പാർലമെന്റിനകത്ത് ഒരു എംപിമാരും സി എയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചില്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു. കള്ളം തന്നെ പറഞ്ഞു. ഇതേവരെ തിരുത്തിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് താഴെയുള്ള മുഴുവൻ നേതാക്കന്മാരും, ബ്രാഞ്ച് വരെയുള്ള നേതാക്കന്മാരും ആ കള്ളം ആവർത്തിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. പാർലമെന്റിനകത്ത് ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. കപിൽ സിബൽ അടക്കമുള്ള നേതാക്കന്മാർ സി എക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആസാമിൽ സംസാരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട് ആസാമിൽ ചെന്നപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന് സി എയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരൊറ്റ നിലപാടുള്ളൂ, അതിൽ ഞങ്ങൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അത് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഈ രാജ്യം 10-60 വർഷക്കാലം ഭരിച്ചപ്പോൾ ഈ രാജ്യത്ത് ഒരു പൗരനും മതത്തിന്റെ പേരിൽ പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു ഭയപ്പാടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നിലപാടിൽ വെള്ളം ചേർക്കാത്തതുകൊണ്ട് കോൺഗ്രസ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവർക്ക് നിലപാടിൽ വെള്ളം ചേർക്കുന്നുണ്ട്. സംഘപരിവാർ നയങ്ങൾ കൃത്യമായിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന സംഘപരിവാർ ബോധമുള്ള നേതാവിന്റെ പേരാ പിണറായി വിജയൻ. സി എ വിഷയത്തിൽ കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠന പ്രമേയം പാസാക്കിയപ്പോൾ ഞങ്ങൾ ഒപ്പം നിന്നില്ലേ? കേരള സർക്കാരിനോടൊപ്പം ഞങ്ങൾ നിന്നില്ലേ? അതിനുശേഷം സമരങ്ങൾ നടത്തിയപ്പോൾ ഞങ്ങൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയും അതിൽ 733 കേസുകളിൽ 53 കേസുകളിൽ കുറ്റപത്രം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവരെ എതിർക്കും. അതിനുശേഷം ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രി പറയുന്നത്, ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരളത്തിന്റെ തെരുവീതികളിൽ നിരവധി സമരങ്ങൾ നടന്നു. സമരങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസിന് എങ്ങനെ അത് കലാപാഹ്വാനമായിട്ട് തോന്നുന്നത്? നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുമ്പോൾ അതെങ്ങനെ കലാപാഹ്വാനമായിട്ട് തോന്നുന്നത്? കഴിഞ്ഞ ദിവസം ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ നേതാവ് സംസാരിക്കുമ്പോൾ കലാപാഹ്വാനമാകുന്നു. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അത് കലാപാഹ്വാനമാകുന്നു, നരേന്ദ്രമോദിയുടെ അന്തസ് ഹനിക്കുന്നതാകുന്നു, തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിക്കുന്നതാകുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കുമ്പോൾ സംഘപരിവാർ ബോധമുള്ള RSSന്റെ ആനി രാജ പറഞ്ഞതുപോലെ തന്നെ RSSകാർ നുഴഞ്ഞു കയറിയ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനാണ്. അപ്പൊ സി എ കുറിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അഡ്രസ് ചെയ്യേണ്ട പല വിഷയങ്ങളിൽ ഒരെണ്ണമാണ് സി എ. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. സി എ പോലെയുള്ള കരി നിയമങ്ങൾ ഈ രാജ്യത്തെ ആളുകളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന വർഗീയ വിഷം വിതച്ചുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി നടപ്പാക്കുന്ന ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങൾക്കും ലംഘനമായിട്ടുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് സമാനമാണ് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലും പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടിയായിട്ട് പ്രകാശ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നയരൂപീകരണ സമിതിയിൽ ഇവരില്ല എന്ന്. അപ്പൊ പിന്നെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട സീറ്റുകൾ ഇവർക്ക് വാങ്ങി മത്സരിക്കാം. എന്തിനാ പിന്നെ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ അടക്കം നിങ്ങൾ പറയുന്ന നിലപാടില്ല എന്ന് പറയുന്ന, നിങ്ങൾ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന, നിങ്ങൾ പപ്പു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അമൂൽ ബേബി എന്ന അച്യുതാനന്ദൻ പണ്ട് വിളിച്ച പോലെ ഇപ്പോഴും വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ മുഖം വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്തിനാ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചുകൂടെ? നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സീറ്റുകൾ വേണം. നിങ്ങൾക്ക് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സീറ്റ് നിങ്ങൾ വാങ്ങി മത്സരിക്കുന്നു. അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് വേണം. നിങ്ങൾക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ വേണം, കോൺഗ്രസ് നേതാക്കന്മാർ വേണം, കോൺഗ്രസിന്റെ കൊടിയും പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബംഗാൾ ഉൾപ്പെടെ ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോകാൻ. ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള മണിക് സർക്കാർ പറഞ്ഞതും കൂടി പ്രകാശ് മാസ്റ്റർ ഒന്ന് കേൾക്കണം. കേരളം നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് വേറെ നിലപാടെന്ന്. ഈ കേരളത്തിൽ തന്നെ പുതുച്ചേരിയിൽ നിങ്ങൾക്ക് എന്താ നിലപാട്? പുതുച്ചേരി മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മാഹിയിൽ നിങ്ങളുടെ നിലപാട് എന്താ? ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ മാഹിയിലെ CPMകാർ സ്വതന്ത്രന് വോട്ട് ചെയ്യുന്നു. നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെയാണ് പോരാടുന്നതെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന, കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയിൽ CPMന്റെ ആളുകൾ മുഴുവൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്? സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തോൽക്കും. സ്വാഭാവികമായിട്ട് ആര് ജയിക്കും? ബി ജെ പി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം വരും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒന്നുമല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. ഇനി ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്, നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ ജനവിരുദ്ധ ജനദ്രോഹ നടപടികളുടെ അതേ രീതിയിൽ തന്നെ കാർബൺ കോപ്പി എടുത്ത് വായിച്ച് നടപ്പാക്കുന്ന പോലെ പിണറായി വിജയൻ കേരളത്തിൽ നടപ്പാക്കിയത്. ഞങ്ങൾ പിണറായി വിജയനെയും എതിർക്കും, നരേന്ദ്രമോദിയെയും എതിർക്കും. കാരണം രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ല, ഒരു വശം തന്നെയാണ്. ഇവർ നടപ്പാക്കുന്ന പദ്ധതികൾ സമാനമാണ്. മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ സംവിധാനം കേരളത്തിൽ ഇല്ല. ഉണ്ടോ? കേരളത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഇന്ത്യ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമല്ല CPM ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ബംഗാളിലെ CPM ഇതല്ലല്ലോ പറയുന്നത്, ത്രിപുരയിലെ CPM ഇതല്ലല്ലോ പറയുന്നത്, തമിഴ്നാട്ടിലെ CPM ഇതല്ലല്ലോ പറയുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത CPMനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം കേരളത്തിൽ ഞങ്ങൾക്ക്. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വരുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി ജയിച്ച സിറ്റിംഗ് സീറ്റിൽ CPIയുടെ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്താരാ?
ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് നിങ്ങൾ പറയുന്ന ഈ സാങ്കേതികത്വത്തിന് ബാധകമായിട്ടുള്ള CPI-യും LDF-ഉം അല്ലേ? രാഹുൽ ഗാന്ധി മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് പോകുന്നതിന് മുമ്പ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ചൊരിയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? കേരളത്തിലെ CPM-കാർ നമ്മുടെ സഹാക്കന്മാരാണ്, അവരുടെ സഹോദരന്മാരാണ്, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നൊരു നിലപാടായിരുന്നു. പക്ഷെ നിരന്തരം നരേന്ദ്രമോദിക്കെതിരെ പറയുന്നതിന്റെ 100 ഇരട്ടി വേഗതയിൽ 100 ഇരട്ടി ആവേശത്തോടെ രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പറയേണ്ടി വരും. നിരന്തരം കള്ളം പറയുന്ന മുഖ്യമന്ത്രിയെ തുറന്നു കാണിക്കേണ്ടി വരും. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് നരേന്ദ്രമോദിയെ പുറത്തിറക്കുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ രാജസ്ഥാനിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്, ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്നത്, കേരളത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് മത്സരിച്ച് നരേന്ദ്രമോദി 543 സീറ്റും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റി നിങ്ങൾക്ക് മത്സരിച്ചാൽ പോരായിരുന്നോ? CPM ഈ പറയുന്ന ഇരട്ടിത്തപ്പല്ലേ? കേരളത്തിൽ വരുന്ന യെച്ചൂരിയും ബൃന്ദാക്കാരാട്ടും ആനി രാജയും അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ ഇവിടുത്തെ കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നില്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നില്ലേ? ഇവരെല്ലാം ഡൽഹിയിൽ ചെല്ലുമ്പോൾ മറ്റൊരു നയമാണ്. ഈ സംസ്ഥാന രാഷ്ട്രീയം കൂടി സംസാരിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇവിടുത്തെ ഒരു MP ആയതുകൊണ്ട്, 5 വർഷക്കാലം ഇവിടുത്തെ ഒരു MP ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിന്റെ കൂടി ഭാഗമാണ്. ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഏത് വിഷയത്തിലാണ് ഞങ്ങൾ CPM പറയുന്നത് പോലെ ഏത് വിഷയത്തിലാണ് ഞങ്ങൾ BJP-യെ എതിർക്കാതിരുന്നിട്ടുള്ളത്? രാഹുൽ ഗാന്ധിയല്ല ഉന്നാവോയിലും ഹത്രാസിലും പോയത്? പിണറായി വിജയൻ പോയോ? സീതാറാം യെച്ചൂരി പോയോ? എത്ര നേതാക്കന്മാർ പോയി? ഈ രാജ്യത്തെ തെരുവീതികളിൽ മണിപ്പൂരിൽ പോയതാരാ? ആദ്യം ചെന്നത് രാഹുൽ ഗാന്ധിയല്ലേ? നരേന്ദ്രമോദിയുടെ പട്ടാളത്തെയും പോലീസിനെ അതിജീവിച്ചുകൊണ്ട് അതിലംഘിച്ചുകൊണ്ട് കടന്നുപോയത് രാഹുൽ ഗാന്ധിയല്ലേ? എത്ര സംസ്ഥാനങ്ങളിൽ പിണറായി വിജയന് പോകാൻ പറ്റും? ഇന്ത്യയുടെ തെരുവീതികളിൽ തലങ്കും വിലങ്കും നടന്ന് ഈ മനുഷ്യരെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം കൊടുത്ത നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ പണ്ട് BJP-ക്കാർ വിളിച്ച പേര് വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പിണറായി വിജയനെ ഞങ്ങൾ എതിർക്കും. അത് ഞങ്ങൾ നരേന്ദ്രമോദിയെ എതിർക്കുന്ന അതേ ആവേശത്തോടെ, അതിനേക്കാൾ ആവേശത്തോടെ ഞങ്ങൾ എതിർക്കും. കാരണം നരേന്ദ്രമോദിയേക്കാൾ വലിയ സംഘപരിവാർ ബോധമുള്ള നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് CPM നേതാക്കന്മാർക്ക് മാത്രം, പ്രത്യേകിച്ച് കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ആദ്യഘട്ടത്തിലും പറഞ്ഞത്. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും CPM നേതാക്കന്മാർക്ക്, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക്, കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് ഈ സംശയമില്ലല്ലോ. പിണറായി വിജയൻ ഈ സംശയമുള്ളത് അത് ദുഷ്ടലാക്കാണ്, നരേന്ദ്രമോദിയുടെ ലാക്കാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി അത് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. ഇത് തന്നെ രാഹുൽ ഗാന്ധി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ AICC തീരുമാനിച്ച AICC-യുടെ നേതാക്കന്മാർ ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ജയറാം രമേശ് എന്ന് പറഞ്ഞ ഔദ്യോഗിക വക്താവ് ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പ്രകടനപത്രികയിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കരിനിയമങ്ങളും നരേന്ദ്രമോദിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്ന, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന രീതിയിലുള്ള മുഴുവൻ നിയമങ്ങളും ഞങ്ങൾ മാറ്റി പൊളിച്ചെഴുതുമെന്ന് പറഞ്ഞാൽ അതിൽ CAA വരും. ഇപ്പൊ ഒരു ഉദാഹരണം ചോദിക്കട്ടെ, CPM പ്രകടന പത്രിക തമാശയാണ് പ്രകടന പത്രിക എന്ന് പ്രകാശ് മാസ്റ്റർ ചോദിച്ചു. CPM-ന്റെ പ്രകടന പത്രിക ഒരു വലിയ തമാശയുണ്ട്. UAP-യെ പിൻവലിക്കുമെന്ന്, UAP-യെ നിയമം ഇല്ലാതാക്കുമെന്ന്. കേരളത്തിൽ 5 വർഷത്തിനിടയ്ക്ക് 145 കേസുകൾ UAP-യെ പ്രകാരം എടുത്തു. എന്തിന്? SFI-യുടെ പ്രവർത്തകരായിരുന്ന അലനും താഹയും പന്തീരാങ്കാവ് കേസിൽ, UAP കേസിൽ എത്ര ദിവസം ജയിലിൽ കിടന്നു? മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ചായ കുടിക്കാൻ പോയതിനല്ല അറസ്റ്റ് ചെയ്തെന്ന. അപ്പൊ UAP-യെ റദ്ദാക്കുമെന്ന് പറഞ്ഞ് പ്രകടന പത്രിക ഇറക്കുന്ന പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ UAP കേസുകൾ നിർബാധം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, റിയാസ് മൗലിയെ കിടന്നുറങ്ങുന്നിടത്ത് വന്ന് വെട്ടിക്കൊന്നു കളഞ്ഞ RSS-കാർക്കെതിരെ UAP എടുത്തില്ല. പ്രതിഷേധിക്കുന്ന, ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്ന ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്കെതിരെ UAP എടുക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ് UAP-യെ റദ്ദാക്കുമെന്ന് പറഞ്ഞ്, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് പ്രകടന പത്രിക ഇറക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രകടന പത്രികയാണ് തമാശ. ഇനി ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, BJP-യുടെ പ്രതിനിധി പറഞ്ഞു ഉന്നത അവരുടെ സ്ഥാനങ്ങൾ, പൊസിഷൻ ഒക്കെ നോക്കുമ്പോൾ പല പരിമിതികളും കേസ് അന്വേഷണത്തിൽ വരും എന്ന്. പക്ഷെ സംശയങ്ങളാണ് പലതും, പ്രതികളല്ലല്ലോ എന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന് പറഞ്ഞിട്ടുണ്ട്, പത്തനംതിട്ടയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടന്നു എന്ന്. അത് സംശയമാണെങ്കിൽ സംശയമാണെന്ന് പറയണമായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉറപ്പോടുകൂടി തന്നെയാണ് അത് പറഞ്ഞത്. പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടന്നു എന്ന് BJP-യുടെ പ്രതിനിധി മറുപടി പറയണ്ടേ? പിന്നെ താങ്കൾ പറഞ്ഞത് ബ്രൈബ് കൊടുത്ത ആളുകൾ മാത്രമല്ല, ബ്രൈബ് വാങ്ങിയ ആളുകളും ശിക്ഷിക്കപ്പെടണമെന്ന്. അങ്ങനെയാണെങ്കിൽ കറുത്ത ബ്രൈബ് കൊടുത്തതിന്റെ പേരിൽ അതിന് ഫൈൻ അടയ്ക്കുകയും IT ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടതുപോലെ പണം അടയ്ക്കുകയും ചെയ്തു. പക്ഷേ കർത്തയുടെ പണം വാങ്ങിയ വീണ വിജയനിൽ നിന്ന് നിങ്ങൾ എന്ത് ഫൈനാണ് ഈടാക്കിയത് അക്കാര്യത്തിൽ? അല്ലെങ്കിൽ വീണ വിജയൻ എന്ത് ശിക്ഷയാണ് നിങ്ങൾ ഉറപ്പ് കൊടുത്തത്? ലാവ്ലിൻ കേസ് എന്തുകൊണ്ട് 38 തവണ സുപ്രീം കോടതിയിൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ ഹാജരാകാതെ മാറ്റിവെക്കപ്പെടുന്നു? കരുവന്നൂർ കേസിൽ എന്തുകൊണ്ട് മെല്ലപ്പോക്ക് വരുന്നു? നിങ്ങൾ പറഞ്ഞ ലൈഫ് മിഷനും സ്വർണ്ണക്കടത്ത് നിങ്ങൾ പറഞ്ഞ അറ്റാഷ ഉള്ളത് കൊണ്ടാണെന്ന്. ബാക്കി കേസുകളിലൊക്കെ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കന്മാർക്ക് ഇല്ലാത്ത ആനുകൂല്യം എന്തുകൊണ്ട് പിണറായി വിജയന് കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി CPM-ന്റെ നേതാവ് പറയുന്നത് വ്യത്യസ്ത നിലപാട് കോൺഗ്രസിന് ഇല്ല എന്ന്. കോൺഗ്രസിന് അങ്ങനെ വ്യത്യസ്ത നിലപാട് കാണുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിനകത്ത് മോദിയുടെ പടം വെച്ചടച്ചാൽ പോരെ? കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിൽ വ്യത്യസ്ത നിലപാടില്ലെങ്കിൽ, കോൺഗ്രസും BJP-യും തമ്മിൽ വ്യത്യസ്ത നിലപാടില്ലെങ്കിൽ, അല്ലെങ്കിൽ ബംഗാളിൽ നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ കൊണ്ട് പ്രചരണം നടത്തിക്കുന്നത് എന്തിനാ? ത്രിപുരയിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ കൊണ്ട് പ്രചരണം നടത്തിക്കുന്നത് എന്തിനാ? രാജസ്ഥാനിൽ എന്തിനാ ഞങ്ങളുടെ സീറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പടം വെക്കുന്നത് വ്യത്യസ്ത നിലപാടില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ പടം വെച്ച് മത്സരിക്കുന്നേ?
നാണമില്ല ഇത്ര അഭിപ്രായം പറയാം. പറഞ്ഞു ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാണോ? യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ, മുത്തലാഖിന്റെ കാര്യത്തിൽ തർക്ക മന്ദിരം എന്ന് പറഞ്ഞ് ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കി തർക്കം പരിഹരിക്കണമെന്ന് പറഞ്ഞതൊക്കെ EMS നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള നിങ്ങളുടെ താത്വിക ആചാര്യന്മാരാ. പഴയ ചരിത്രം ഒന്നും എന്നെ കൊണ്ട് തിരുത്തി പറയണ്ട. ഇനി ഒറ്റ കാര്യം കൂടി പറയാം. CAA സമരത്തെ കുറിച്ച് നിങ്ങൾ വീണ്ടും പറയാ. CAA സമരവുമായി ബന്ധപ്പെടുത്തിയിട്ട് കേസുകൾ പിൻവലിച്ചോ സാറേ? അതൊന്ന് പറഞ്ഞേ. ഈ അവസാന ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഞങ്ങൾ നടത്തിയ സമരങ്ങൾക്കെതിരെ നിങ്ങൾ എന്തിനാ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നത്? ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസിന് എങ്ങനെയാണ് കലാപാഹ്വാനമാകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആനി രാജ പറഞ്ഞ അതേ വാചകം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ RSS നുഴഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ RSSന്റെ സംഘപരിവാർ ബോധമുള്ള നേതാവാണെന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ പ്രകടന പത്രികയെ കുറിച്ച് ഞങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, അനിൽകുമാർ കഴിഞ്ഞ ദിവസം, നിങ്ങളുടെ CPMന്റെ വക്താവ് അനിൽകുമാർ കഴിഞ്ഞ ദിവസം എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞ വാക്കിനെ മനസ്സിലാക്കിയതുപോലെയാണ് നിങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക മനസ്സിലാക്കുന്നത്. ആ വ്യത്യാസമാണ് നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഗോകുൽ പറയുന്ന യുവരാജ് ഗോകുൽ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തിലാണ് പിണറായി വിജയൻ അക്യൂറ്റ് ചെയ്യപ്പെട്ടതെന്ന, അത് കോൺഗ്രസ് തമ്മിലുള്ള ധാരണയുടെ ഭാഗമായിട്ടാണെന്ന് എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് 38 തവണ CBIയുടെ വക്കീൽ ഹാജരാകാതിരിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞല്ലോ ആകെ 820 കേസുകളാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. 656 കേസ് വിട്ടയച്ചു. ബാക്കി കേസുകൾ വിടുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട ജഡ്ജിമാർ അനുവദിച്ചാൽ കേസ് പിൻവലിക്കും. വെറുതെ കളവ് പറയാൻ വേണ്ടി പാടില്ല. പിന്നെ പ്രധാനമന്ത്രി സ്ഥാനം സോണിയാഗാന്ധി ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വന്ന് ഗവൺമെന്റ് പങ്കുചേരണം അത് വേണ്ടെന്ന് പറയാൻ ധൈര്യം കാണിച്ച് ഇന്ത്യയിലെ 4 സ്റ്റേറ്റുകളിൽ ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റിലേക്ക് ക്ഷണിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ച പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശം ഇവിടെ ജിൻഡോ ജോൺ ഒരു ജനാധിപത്യ മര്യാദ കോൺഗ്രസ് എന്ന് പറയുന്നത് നിന്നാ പോരാ. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന